Good morning, dear students. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് വൊക്കേഷണൽ പ്രാക്ടിക്കലായ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെയാണ് കേട്ടോ. നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണ്? നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ അതിൻ്റെ 10 മടങ്ങ് വലിപ്പത്തിൽ കാണാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതിനെങ്ങനെ വിളിക്കുന്നത്? അതൊരു കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ലെൻസുകൾ യൂസ് ചെയ്താണ് ഈ നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെ വലുതായി കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിനെ നമുക്ക് ബേസിക്കലി മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. അതിന്റെ മെക്കാനിക്കൽ പാർട്സ് എന്നും ഒപ്റ്റിക്കൽ പാർട്സ് എന്നുമായി രണ്ടായി നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ മെക്കാനിക്കൽ പാർട്സിനെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. മെക്കാനിക്കൽ പാർട്സ് എന്താണ്? മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മൈക്രോസ്കോപ്പിന്റെ മൂവ്മെന്റിനെയും ഈ ലെൻസുകളുടെ മൂവ്മെന്റിനെയും ഒക്കെ സഹായിക്കുന്ന കുറച്ച് പാർട്ടുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ പാർട്ട് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ പാർട്ടിൽ ആദ്യം വരുന്ന മൈക്രോസ്കോപ്പിന്റെ പാർട്ടാണ് ഫുട്ട് എന്ന് പറയുന്നത്. ഫുട്ട് എന്ന് പറയുന്നത് ഏത് കണ്ടോ? അതിങ്ങനെ ഒരു യു ഷേപ്ഡ് ആണ്. ഹോസ് ഷൂ എന്ന് പറയുന്നത് ഹോസ് ഷൂ ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ യു ഷേപ്ഡ് ആണ്. അത് മൈക്രോസ്കോപ്പിനെ ഒരു പ്രതലത്തിൽ സ്റ്റേബിൾ ആയിരിക്കാൻ സഹായിക്കുന്നുണ്ടോ? അപ്പോൾ കുറച്ചിരിക്കുകയല്ലേ, അതിനുവേണ്ടിയാണ് ഫുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുട്ടിന് മേളിലേക്ക് നിങ്ങൾ കണ്ടോ ഒരു ചെറിയൊരു ആർച്ച് ഷേപ്പ് വരുന്ന ഈ പാർട്ടിന് ഒന്ന് ഈ മൈക്രോസ്കോപ്പിന്റെ ലിംബ് അല്ലെങ്കിൽ ആം എന്ന് പറയും. കണ്ടോ, നമുക്ക് ഇങ്ങനെ അതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മാത്രമല്ല ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിനെതിരെ വെച്ചിട്ട് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഹൈറ്റ് അനുസരിച്ചോ പൊസിഷൻ അനുസരിച്ചോ കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന പാർട്ടാണ് ലിംബ്. ലിംബിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കുന്ന പാർട്ടാണ് ഈ ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ജോയിന്റിന്റെ പേരാണ് ഹിഞ്ച് ജോയിന്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ആമിന്റെ അല്ലെ ലിംബിന്റെ ഒരു ഭാഗത്തേക്കായി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഇത് കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്പ് പോർഷൻ. ഇതിനാണ് മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ്. ആ സ്റ്റേജിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഇതാണ് മൈക്രോസ്കോപ്പിലെ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന സ്പെസിമെൻ എന്നോ സ്ലൈഡ് എന്നോ മറ്റും പറയുന്ന ഇതിലാണ് നമ്മൾക്ക് ഏത് വസ്തുവിനെയാണോ വലുതാക്കി കാണേണ്ടത് ആ വസ്തുവിനെ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് സ്ലൈഡാണിത്. സ്പെസിമെൻ സ്ലൈഡ് എന്ന് പറയും, സാമ്പിൾ എന്ന് പറയും, അങ്ങനെ വരും. അപ്പോൾ ഈ സ്റ്റേജിലേക്കാണ് നമ്മൾ ഏത് വസ്തുവിനെയാണോ വലുതാക്കി കാണേണ്ടത് ആ വസ്തു അടങ്ങുന്ന സ്ലൈഡിനെ വെക്കുന്നത്. കണ്ടോ, സ്റ്റേജിലേക്കാണ്. ഈ സ്റ്റേജിലേക്ക് വെച്ചിട്ട് ഈ സ്റ്റേജ് ക്ലിപ്പുകൾ വഴി ഈ കാണുന്നതാണ് സ്റ്റേജ് ക്ലിപ്പ്. സ്റ്റേജ് ക്ലിപ്പുകൾ വഴി ആ വസ്തുവിനെ നമ്മൾ ഒരു സ്ഥലത്ത് ആ സ്റ്റേജിൽ ഉറപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് നമുക്കിപ്പോൾ ആ സ്ലൈഡിനെ നമ്മുടെ ആവശ്യാനുസരണം മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ നീക്കാൻ പറ്റും. കണ്ടോ, അതാണ് ഈ സ്ലൈഡ് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ. കണ്ടോ, ലെഫ്റ്റ് ടു റൈറ്റ്, ഫ്രണ്ട് ടു ബാക്ക് നമുക്ക് നീക്കാൻ പറ്റും. അതിനെ സ്ലൈഡ് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ എന്ന് പറയുന്നു, ഇതിനെ സ്ലൈഡ് ക്ലിപ്പുകൾ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഈ സ്റ്റേജിന്റെ ഈ നടുക്കായിട്ട് നോക്കിയാൽ കാണാം ഒരു ചെറിയ ഹോൾ ഉണ്ട് അല്ലേ. ഈ ഹോൾ എന്തിനാണ്? ഈ മൈക്രോസ്കോപ്പിൽ കൂടി ഇമേജിനെ കാണണമെങ്കിൽ ഇതിനകത്തൊരു ലൈറ്റ് കടന്നു വരണം. ലൈറ്റ് കടന്നു വന്ന് ഈ സ്പെസിമെനിൽ വീണ് ഈ ലെൻസുകളിൽ കൂടി നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴേ നമുക്ക് ഈ സൂക്ഷ്മജീവിയെ വലുതായി കാണാൻ പറ്റും. അപ്പോൾ ആ ലൈറ്റ് കടന്നു വരാനായി ഈ സ്റ്റേജിന്റെ നടുക്കായിട്ടൊരു പോർഷൻ ഉണ്ട്. അതിൽ കൂടിയാണ് ഹോളുണ്ട്. ആ ഹോളിൽ കൂടിയാണ് ലൈറ്റ് കടന്നു വരുന്നത്. അപ്പൊ സ്റ്റേജിലുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നമ്മുടെ സാമ്പിൾ വെക്കുന്നു അല്ലെങ്കിൽ സ്ലൈഡ് വെക്കുന്നു. ആ സ്ലൈഡിനെ കറക്റ്റ് പൊസിഷനിൽ ഇരുത്താൻ വേണ്ടി സ്ലൈഡ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജ് ക്ലിപ്പുകൾ ഉണ്ടാകുന്നു. ആ സ്ലൈഡിനെ നമ്മുടെ ആവശ്യാനുസരണം മുന്നോട്ടോ പുറകോട്ടോ നീക്കാനായി സ്ലൈഡ് അഡ്ജസ്റ്റ്മെന്റ് നോബുകളുണ്ട്. ഇനി നമുക്ക് സ്റ്റേജിന് തൊട്ട് താഴേക്ക് കുറച്ച് പോർഷൻസ് ഉണ്ട് തന്നെയാണ്. ഈ കാണുന്ന പോർഷനെയാണ്, ഈ സ്റ്റേജിന് താഴേക്ക് വരുന്ന പോർഷനെയാണ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത്. സബ് സ്റ്റേജ്. അപ്പോൾ ഈ സബ് സ്റ്റേജിലും കുറച്ച് ലെൻസുകളും മറ്റു കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ് സ്റ്റേജിൽ വരുന്ന പാർട്ടുകളാണ് മിറർ വരും. ലൈറ്റ് വന്ന് മിററിൽ വീണ് ഈ കാണുന്ന ഐറിസ് ഡയഫ്രത്തിൽ കൂടി കടന്ന് ഈ കണ്ടൻസർ ലെൻസിൽ കൂടി കടന്നാണ് ഞാൻ നേരത്തെ സ്റ്റേജിൽ പറഞ്ഞ ഹോളിലേക്ക് വരുന്നത്. ഹോളിൽ വന്ന് പിന്നെ സ്ലൈഡിൽ വീണു ലെൻസിനകത്തേക്ക് കടന്നാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ സബ് സ്റ്റേജിലാണ് മിററുകളും ഐറിസ് ഡയഫ്രവും കണ്ടൻസർ ലെൻസും കാണപ്പെടുന്നത്. മാത്രമല്ല ഈ കണ്ടൻസർ ലെൻസിനെ ഐറിസ് ഡയഫ്രത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു നോബും ഉണ്ട്. കണ്ടൻസർ ലെൻസിനെ ഐറിസ് ഡയഫ്രത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും ഉണ്ട്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? സബ് സ്റ്റേജിൽ. സ്റ്റേജിന് അടിയിലായ സബ് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് സബ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഈ പോർഷൻ കണ്ടോ,
ഇതിനെയാണ് ബോഡി ട്യൂബ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ബോഡി ട്യൂബ്. ഈ ബോഡി ട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മേളുവശത്ത് കാണുന്ന ഈ ലെൻസിനെയാണ് ഐ പീസ് ലെൻസിനെയും ഈ നമ്മുടെ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന സ്പെസിമെനെ നോക്കാൻ വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകളെയും ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബോഡി ട്യൂബിലാണ്. കണ്ടോ, ഈ ബോഡി ട്യൂബ് നമുക്ക് പൊക്കാനും താഴ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് കണ്ടോ, ഒബ്ജക്റ്റീവ് ലെൻസിനെ നമുക്ക് 2-3 ടൈപ്പ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. നമുക്കൊരു ലോ പവർ ഉണ്ട്, ഹൈ പവർ ഉണ്ട്, ഒരു ഓയിൽ ഇമേർഷൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. അപ്പോൾ ആ ലെൻസുകളുടെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ തിരിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഈ പാർട്ടിനാണ് നമ്മൾ റിവോൾവിംഗ് നോസ് പീസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിന്റെ റിവോൾവിംഗ് നോസ് പീസ് അതെവിടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? ബോഡി ട്യൂബിന്റെ താഴത്തെ എൻഡിലായി ഒബ്ജക്റ്റീവ് ലെൻസുകളെ ഘടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബോഡി ട്യൂബ് നമുക്ക് പൊക്കാനും താഴ്ത്താനും ഒക്കെ പറ്റുമെന്നല്ലേ. അപ്പൊ ഈ ബോഡി ട്യൂബിനെ നമ്മൾ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്ന ഒരു നോബിനെയാണ് ഈ നോബിനെയാണ് കോസ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറയുന്നത്. അതായത് റഫായി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് കോസ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. അപ്പൊ നിങ്ങൾ നോക്കി, ഈ കോസ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഞാനിത് ഉയർത്തിയോ താഴ്ത്തിയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബോഡി ട്യൂബിലെ നോസ് പീസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസും അതിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യണം അല്ലേ. അപ്പൊ അവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഏത് മാഗ്നിഫിക്കേഷൻ ആണോ വേണ്ടത് ആ മാഗ്നിഫിക്കേഷനിലുള്ള ലെൻസ് നമ്മൾ ഏതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു? സ്പെസിമെൻ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ നോക്കുകയാണ്. അപ്പൊ സ്പെസിമെൻ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ ആ സ്പെസിമെൻ ഫോക്കസിൽ വരും. ഫോക്കസിൽ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് അടുത്ത ചെറിയ നോബ്, അതായത് കണ്ടോ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്നാണ് ഇതിന് പറയുന്നത്. ആ നോബ് വെച്ച് നമ്മൾ ആദ്യം കണ്ട ഇമേജിനെ കുറച്ചുകൂടി ഷാർപ്പറായിട്ട് നമ്മൾ കാണും. അപ്പോൾ കോസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് ലെൻസിനാണോ ആവശ്യം ആ ലെൻസിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബോഡി ട്യൂബിനെ ഒന്ന് ഉയർത്തിയോ താഴ്ത്തിയോ ചെയ്ത് ആ സ്പെസിമെനെ ഈ സ്ലൈഡിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കും. എന്നിട്ട് കൂടുതൽ ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് യൂസ് ചെയ്ത് കൂടുതൽ ക്ലിയർ ഉള്ള ഒരു ഇമേജ് നമ്മൾ കാണും. ഇത്രയുമാണ് മെക്കാനിക്കൽ പാർട്സിൽ മൈക്രോസ്കോപ്പിന്റെ വരുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം മൈക്രോസ്കോപ്പിന്റെ ഫുട്ട് വരും. ഫുട്ട് എന്തിനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? മൈക്രോസ്കോപ്പിന്റെ ആം അല്ലെങ്കിൽ ലിംബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. എന്താണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഹിഞ്ച് ജോയിന്റ് വഴി. കണ്ടോ, ഹിഞ്ച് ജോയിന്റ് വഴി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്താണ്? ലിംബിന്റെ മധ്യഭാഗത്തായി എന്ത് കാണുന്നു? സ്റ്റേജ് കാണുന്നു. സ്റ്റേജിലാണ് നമ്മൾ ഈ സ്പെസിമെൻ സ്ലൈഡ് വെക്കുന്നത്. ആ സ്ലൈഡ് അവിടെ ഉറച്ചിരിക്കാൻ സഹായിക്കുന്നതിന് എന്ത് പറയുന്നു? സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുന്നു. ആ സ്ലൈഡിനെ മുന്നോട്ടോ പുറകോട്ടോ നീക്കുന്നതിന് നമ്മൾ സ്ലൈഡ് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് വന്നു? സബ് സ്റ്റേജിലേക്ക് വന്നു. സബ് സ്റ്റേജിൽ കണ്ടൻസർ ലെൻസിനെയും ഐറിസ് ഡയഫ്രത്തിനെയും ഉയർത്താനായും താഴ്ത്താനായും ഉള്ള ഒരു നോബുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് എവിടേക്കാണ്? ബോഡി ട്യൂബിലേക്ക് വന്നു അല്ലേ. ബോഡി ട്യൂബിൽ ഞാൻ പറഞ്ഞു, ബോഡി ട്യൂബിന്റെ മുകൾ ഭാഗത്തായി ഐ പീസ് ലെൻസ്, വസ്തുവിനെ കാണാൻ സഹായിക്കുന്ന, കണ്ണിൽ കാണാൻ സഹായിക്കുന്ന ഐ പീസ് ലെൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴ്ഭാഗത്തായിട്ടായി ഒബ്ജക്റ്റിനെ കാണാൻ സഹായിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്. ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു റിവോൾവ് ചെയ്യുന്ന നോസ് പീസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ലെൻസ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞു? കോസ് അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. കോസ് അഡ്ജസ്റ്റ്മെന്റ് ഈ കാണുന്ന വലിയ നോബാണ്. കോസ് അഡ്ജസ്റ്റ്മെന്റ് എന്തിനാണ്? നമ്മളുടെ ആവശ്യാനുസരണം ഈ ഒബ്ജക്റ്റീവ് ലെൻസുകളെ ഈ സ്ലൈഡിനടുത്തേക്ക് കൊണ്ടുപോകാനും സ്പെസിമെനെ ഒന്ന് ഫോക്കസ് ചെയ്യാനുമായിട്ടാണ്, ആദ്യം ഫോക്കസ് ചെയ്യാനുമായിട്ടാണ് കോസ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കൂടുതൽ ഫൈൻ ഇമേജിനെ കിട്ടാൻ, സൂക്ഷ്മമായി ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ നമ്മൾ ഈ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ മെക്കാനിക്കൽ പാർട്സ്. നമുക്കിനി ഒപ്റ്റിക്കൽ പാർട്ടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.